Zeroth law of thermodynamics, formulated by R.H. Fowler. R.H. Fowler എന്നൊരു സയന്റിസ്റ്റാണ് ഈ നിയമം നിർമ്മിച്ചത്. അടുത്തതായി സീറോത്ത് ലോയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. The law states that two systems which are in thermal equilibrium with a third system separately are in thermal equilibrium with each other. ഇതിനായി ഇവിടെ 3 സിസ്റ്റംസ് എടുക്കുന്നു, എ, ബി, സി. നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഈ വസ്തുവാണ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ ഇരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ക്യാപിറ്റൽ ബി. ഇതിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചുവപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ക്യാപിറ്റൽ സി. ഇതിൻ്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. എയ്ക്കും ബിക്കും ഇടയ്ക്കായി ഒരു നോൺ കണ്ടക്റ്റിംഗ് വോൾ ഉണ്ട്, അഥവാ താപത്തെ കടത്തിവിടാത്ത ഒരു വസ്തുവാണ് എയ്ക്കും ബിക്കും ഇടയിലുള്ളത്. സിക്ക് താഴെയായി ഈ മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു കണ്ടക്റ്റിംഗ് വോളാണ്, അഥവാ താപത്തെ കടത്തിവിടുന്ന ഒരു വസ്തുവാണ് സിക്ക് താഴെ ഇരിക്കുന്നത്. എയ്ക്കും ബിക്കും ഇടയിലുള്ള ഈ വോള് താപത്തെ കടത്തിവിടാത്തത് കൊണ്ട് എയും ബിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചും ഉണ്ടാവുകയില്ല. എന്നാൽ സിക്ക് താഴെ ഇരിക്കുന്ന ഈ മഞ്ഞ വോള് കണ്ടക്റ്റിംഗ് ആയതുകൊണ്ട്, അഥവാ താപം കടത്തിവിടുന്നതായതുകൊണ്ട് എയും സിയും തമ്മിലും ബിയും സിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവും. ആദ്യം എയും സിയും താരതമ്യം ചെയ്യാം. എയ്ക്കും സിക്കും ഇടയിലുള്ളത് ഒരു കണ്ടക്റ്റിംഗ് വോളാണ്, അഥവാ താപം കടത്തിവിടുന്ന വസ്തുവാണ്. എ ഇരിക്കുന്നത് താഴ്ന്ന താപനിലയിലും സി ഇരിക്കുന്നത് ഉയർന്ന താപനിലയിലുമാണ്. അതുകൊണ്ട് സിയിൽ നിന്നും എയിലേക്ക് താപം പ്രവഹിക്കും, അഥവാ സിയിൽ നിന്നും എയിലേക്ക് ഉയർന്ന താപനിലയിൽ നിന്നും താഴ്ന്ന താപനിലയിലേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാവും. ഇത് കാരണം സിയുടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും, അതുപോലെ തന്നെ എയുടെ ടെമ്പറേച്ചർ വർദ്ധിക്കുകയും ചെയ്യും. ബിയും സിയും താരതമ്യം ചെയ്യുമ്പോൾ സി താഴ്ന്ന താപനിലയിലും ബി ഉയർന്ന താപനിലയിലുമാണ്. അതുകൊണ്ട് ഉയർന്ന താപനിലയിലുള്ള ബിയിൽ നിന്നും താഴ്ന്ന താപനിലയിലുള്ള സിയിലേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാകും. സമയം കഴിയുന്തോറും എയുടെ ടെമ്പറേച്ചർ വർദ്ധിക്കും, കാരണം സിയിൽ നിന്നും എയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ സമയം കഴിയുന്തോറും ബിയുടെ ടെമ്പറേച്ചർ കുറയും, കാരണം ബിയിൽ നിന്നും സിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. എയും സിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത് കൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എയുടെ ടെമ്പറേച്ചറും സിയുടെ ടെമ്പറേച്ചറും തുല്യമാവും, അഥവാ ടി എ ഈക്വൽ ടു ടി സി. ടി എ എന്നത് എ എന്ന വസ്തുവിൻ്റെ ടെമ്പറേച്ചറും ടി സി എന്നത് സി എന്ന വസ്തുവിൻ്റെ ടെമ്പറേച്ചറുമാണ്. അതുപോലെ ബിയും സിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉള്ളത് കൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ബിയുടെ ടെമ്പറേച്ചറും സിയുടെ ടെമ്പറേച്ചറും ഈക്വൽ ആവും. ഈ രണ്ട് ഇക്വേഷനുകളും താരതമ്യം ചെയ്യുമ്പോൾ ടി എ ഈക്വൽ ടു ടി ബി ഈക്വൽ ടു ടി സി ആയിരിക്കും. അതായത് എയും ബിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ലാതിരുന്നിട്ട് പോലും എയും ബിയും സിയും ഒരേ ടെമ്പറേച്ചറിൽ എത്തും. ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എയ്ക്കും സിക്കും ഇടയിലുള്ളത് ഒരു കണ്ടക്റ്റിംഗ് വോളാണ്, അഥവാ താപം കടത്തിവിടുന്ന വസ്തുവാണുള്ളത്. അതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ എയുടെ ടെമ്പറേച്ചറും സിയുടെ ടെമ്പറേച്ചറും തുല്യമാവും. ഇതിനെ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. തെർമൽ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ നെറ്റ് ഹീറ്റ് ഫ്ലോ 0 ആയിരിക്കും. തെർമൽ ഇക്വിലിബ്രിയം എത്തുമ്പോൾ എയുടെയും സിയുടെയും ടെമ്പറേച്ചർ തുല്യമായിരിക്കും. ഇവിടെ എയ്ക്കും ബിക്കും ഇടയിൽ നോൺ കണ്ടക്റ്റിംഗ് വോളാണുള്ളത്, അതുകൊണ്ട് എയ്ക്കും ബിക്കും ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചും ഉണ്ടാവില്ല. ബിക്കും സിക്കും ഇടയിലുള്ളത് കണ്ടക്റ്റിംഗ് വോൾ ആയതുകൊണ്ട് ബിയും സിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ ബിയുടെ ടെമ്പറേച്ചറും സിയുടെ ടെമ്പറേച്ചറും തുല്യമാവും. കുറച്ച് സമയം കഴിയുമ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും ടെമ്പറേച്ചർ തുല്യമാവും, അഥവാ 3 പേരും തെർമൽ ഇക്വിലിബ്രിയത്തിലാവും. തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് ഫ്ലോ 0 ആയിരിക്കും. ടു സിസ്റ്റംസ്, ഇവിടെ ടു സിസ്റ്റംസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എയെയും ബിയെയുമാണ്. വിച്ച് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സെപ്പറേറ്റ്ലി. തേർഡ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് സി എ ആണ്. കുറച്ച് സമയം കഴിയുമ്പോൾ എയും ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാവും, അഥവാ എയുടെ ടെമ്പറേച്ചറും ബിയുടെ ടെമ്പറേച്ചറും സിയുടെ ടെമ്പറേച്ചറും തുല്യമാകും. ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇവിടെ എയും ബിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ചും നടക്കുന്നില്ല. എന്നിട്ട് പോലും എയും ബിയും സിയും ഒരേ ടെമ്പറേച്ചറിലെത്തി. അതിന് കാരണം എയും സിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടായി, അതുപോലെ തന്നെ ബിയും സിയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടായി. ഇത് കാരണമാണ് 3 പേരും തെർമൽ ഇക്വിലിബ്രിയത്തിലെത്തിയത്. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഓർക്കുക, 3 പേരുടെയും ടെമ്പറേച്ചർ ഒന്ന് തന്നെയായിരിക്കും. തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് ഫ്ലോ 0 ആയിരിക്കും.